Bhoi malkuso delo mestarayo am kadishe shiho disai mored kumare Shandeshurosai Lokteshubuhato Ajaryanman Ashvasannal Keenam Nadha Dopam nitya vasam tannil ajaryesha mashiha kuda shagalappicho Iyajaryan Ekuga punyam Nadhastotram O maroduzabno lamunnatkel tonal haye O walmobishol munarumi Ton batu osho O ya modu haube muntabaton batu humo Laikod moreha bemsakeli Bnahte gare guton wabkeniyo Neshadel ton Blekuto honekli Akdallau fofakarton Bazar sebo tal bekuton Ak gabaro buhel me no de tu ko vetu balgi
സോയിൻ മാലാഖേ മോദമുമാലൽ ദായോനു കോയ് മിൻ ബർത്തീസോ തെഗ്മെദനു റോവദുറൂഹോ മൂനേ ബെദ് ഇസ്ലീ ദേതൽ താമോനു ഹുശുബോനോ മോദംശായൽ അൽകസിയോ തോതുമെത് കുംസ്ഥാനത്തിൽ മൃതശരീരം ദേവാലയത്തിൽ എത്തിച്ചിരിക്കുന്നു. കാണാനുള്ളവർക്ക് അവസരമുണ്ട്. മൃതശരീരത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടി വന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വടക്ക് സൈഡിൽ കൂടി കണ്ട് വടക്കോട്ട് ഒഴിഞ്ഞ് പടിഞ്ഞാറെ ഓഡിറ്റോറിയത്തിൻ്റെ വാതിൽ വഴി പുറത്തേക്കിറങ്ങി പോകാവുന്നതാണ്. പള്ളിയിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർക്ക് പുറകുഭാഗത്തേക്ക് മാറി നിൽക്കുകയും ചെയ്യാവുന്നതാണ്. വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് അവരിൽ ചൂണ്ടിക്കാണിക്കുന്ന ലൈനിൽ കൂടി വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കാതെ ലൈനായിട്ട് വന്ന് കണ്ട് ഒഴിഞ്ഞ് മാറി നിൽക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ദയവായിട്ട് ആരും സംസാരിക്കരുത്. അതിനുള്ളൊരു അന്തരീക്ഷമല്ല. മൗനമായി വന്ന് ശാന്തമായി വന്ന് ഭക്തിയോട് വന്ന് കണ്ട് മാറി ഒഴിഞ്ഞു പോകണമെന്ന് സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളുന്നു. കാണാൻ എല്ലാവർക്കും അവസരമുണ്ടാകുന്നതാണ്. ആരും ദയവായിട്ട് തിക്കും തിരക്കും ഉണ്ടാക്കരുത്. സ്നേഹത്തോടെ അറിയിക്കുന്നു. എന്തിനുമോ ഹിപ്പിച്ചൻ നേ പാവക്കടലേ നീ എന്തിനാഴത്തിൽ താഴ്ത്തി പായും ജീവിതമേ ക്ലേശിപ്പിച്ചെന്തിൻ എന്നെ നാഥൻ ദുഃഖിപ്പാർക്കും സ്ഥാനത്തിൽ നീ മോഹിപ്പിച്ചു ദ്രവ്യവിഭൂഷകളാൽ എന്നെ നീ കിളിയെപ്പോലെ വീഴിച്ചു കണികളിൽ എന്നെ ഞാൻ പോകും നേരം
ഒരു ദയവായിട്ട് ചാപ്പലിനുള്ളിലേക്ക് കയറി വന്ന് ശരീരത്തിൻ്റെ പടിഞ്ഞാറ് വശത്തു നിന്ന് കിഴക്കോട്ട് വന്ന് വടക്കോട്ട് ഒഴിഞ്ഞു പോകേണ്ടതാണ്. വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് എല്ലാവരും ലൈനായിട്ട് വന്ന് കാണണമെന്ന് സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ സംഭ്രമമാർന്നു ദുസ്വപ്നം കണ്ടോനേ ഭൂഷ്ടിക്കും മറയും ശീക്രം നീയാപടുച്ചോരൻ കൈയേറി എൻ എൻ സൗന്ദര്യത്തെ നിശേഷം ഗൂഢം നീക്കി നാഥൻ തൻ മുൻപിൽ നഗ്നൻ ഞാൻ ലജ്ജിതനാകും. നീ നൽകിയ ഭാരം ഭദ്രാസനത്തിൻ്റെ വൈദിക സംഘത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട വൈദിക സംഘം സെക്രട്ടറി GGS ഇപ്പോൾ പുഷ്പചക്രം സമർപ്പിക്കുന്നു. പുഷ്പചക്രം വയ്ക്കുവാനുള്ളവർക്ക് ഇപ്പോൾ അവസരമുണ്ട്. സൂക്ഷിയുടെ അവസാന ഭാഗത്ത് സമയം കിട്ടത്തില്ല. വയ്ക്കുവാനുള്ളവർ ഇപ്പോഴേ വയ്ക്കാവുന്നതാണ്. നീ നൽകിയ ഭാരം പരമേറ്റ ഞാൻ ഖേദിച്ചു. വളഞ്ഞോട്ടെ സെൻറ് മേരീസ് ഇടവകയുടെ മർത്തമറിയ സമാജത്തിന് വേണ്ടി മർത്തമറിയ സമാജ സെക്രട്ടറി പുഷ്പചക്രം സമർപ്പിക്കുന്നു. സെൻറ് സ്റ്റീഫൻസ് പ്രാർത്ഥനയോഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇപ്പോഴെ പുഷ്പചക്രം സമർപ്പിക്കുന്നു. വ്യാപാരം ജീവാ പാരവാരത്തിൽ പോയി ഞാൻ പൊങ്ങി കല്ലോലം സർവത്തിൽ മുങ്ങി ലാഭം പോയാലും ജീവൻ സംരക്ഷിക്കേണം. എന്നെ തന്നെ ഞാൻ ആദയനീയം പാഴാക്കി. സുവിശേഷ സംഘത്തിന് വേണ്ടി ഇപ്പോഴേ സെക്രട്ടറി
പുഷ്പയാക്രം സമർപ്പിക്കുന്നു. മാനവലോകത്തിൽ ഞാൻ ഭൂജാതം ചെയ്തപ്പോൾ ശോകപ്രദലോകം രോദനമൻ വായിൽ നൽകി പോകുന്നേരത്തും രോദനമൻ വഴിയാഹാരം സ്വാഭാവികമേകം അപരംബ താലാത്മാർത്ഥം. സെൻറ് മേരീസ് ഗായകസംഘത്തിന് വേണ്ടി ഇപ്പോഴേ പുഷ്പയാക്രം സമർപ്പിക്കുന്നു. അച്ഛൻ പഠിപ്പിച്ച MGM സ്കൂളിന് വേണ്ടി ബഹുമാനപ്പെട്ട BA മാത്യൂസൻ ഇപ്പോഴേ അനുശോചനം അറിയിക്കുന്നു. സെൻറ് ജോർജ് പ്രാർത്ഥനായോഗത്തിന് വേണ്ടി പുഷ്പയാക്രം സമർപ്പിക്കുന്നു. അഭിവന്യ പിതാക്കന്മാരെ, വന്യവൈദികരെ, ദുഃഖാർത്തരായിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ബഹുമാനപ്പെട്ട കോശിയ പ്രകാശനം ഞാനും തമ്മിൽ വളരെ അടുത്ത പരിചയമുണ്ട്. 2 വർഷക്കാലം MGM സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് പ്രവർത്തിക്കുമ്പോൾ തികഞ്ഞ ആത്മാർത്ഥതയുള്ള ഒരധ്യാപകൻ, ശാന്തൻ, സൗമ്യൻ, സ്നേഹനിധി, സഭാകാര്യങ്ങളിൽ അങ്ങേയറ്റം തീഷ്ണതയും കൂറും, ആരാധന കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ള ഒരു വന്യ വൈദികനെയാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഇത് സഭയ്ക്ക് വലിയൊരു ദുഃഖമാണ്. എന്നിരുന്നാൽ തന്നെയും അഭിവന്യ സഭാരത്നം ഗീവർഗീസ് മാർ തിരുമേനി പഠിപ്പിച്ചു തന്നിട്ടുള്ളതായ, പാടിത്തന്നിട്ടുള്ളതായ ഒരു ഗാനശകലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്, ജീവനും മരണവും ഒരുപോലെ, കാൽവരി തന്ന മഹാധൈര്യം. ആ ധൈര്യമാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ളതായ കൽപ്പ് തരേണ്ടത്. കാൽവരി തന്ന മഹാധൈര്യം. ഈ അച്ഛനെ ദൈവം തമ്പുരാൻ തിരുസന്നിധിയിലേക്ക് വിളിച്ചതിൻ്റെ ഉദ്ദേശം ദൈവത്തിന് മാത്രം അറിയാം. ആരാധന കാര്യങ്ങളിലും സഭയുടെ വിശ്വാസ കാര്യങ്ങളിലും ഒക്കെയും ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിരുന്ന പ്രിയപ്പെട്ട കോശി അച്ഛന് MGM സ്കൂളിൻ്റെ മുൻ അധ്യാപകൻ എന്ന നിലയിൽ, മുൻ ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ, അതുപോലെ തന്നെ MD സെമിനാരിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ 2 സ്കൂളുകളിലെയും പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനവും പ്രാർത്ഥനയും അർപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ പരദീസയിൽ അദ്ദേഹത്തെ ദൈവം ആശ്വസിപ്പിക്കുമെന്നുള്ള സംശയമില്ല. എല്ലാവിധ അനുശോചനവും പ്രാർത്ഥനയും സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സൺഡേ സ്കൂളിന് വേണ്ടി ഇപ്പോഴേ പുഷ്പയാക്രം സമർപ്പിക്കുന്നു. MGOസിന് വേണ്ടി പുഷ്പയാക്രം സമർപ്പിക്കുന്നു. സമാപനമേ ഉള്ളൂ. ഇവന് വരുമ്പോൾ അടുത്തെത്തി. ഇവന് ഒരു വാക്ക് പറയുന്നത് ഇപ്പോഴാണ് സമയമുണ്ട്. ഇപ്പോഴാണ് സമയമുണ്ട്. വരുമ്പോൾ പിന്നെ സമയം കിട്ടത്തില്ലായിരിക്കും. പിന്നെ ചെറുതായിട്ടൊന്ന് പറ. ഇവന് പിന്നെ തിയോളജി പ്രൊഫസറല്ലേ? തിയോളജി പ്രൊഫസറെ ഞങ്ങളുടെയൊക്കെ ഗുരുവല്ലേ? എല്ലാം കഴിഞ്ഞിട്ടേ പോകാം. അഭിനന്ദനായ കണ്ഠനാഥൻ ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ സേവേറിയസ് മനസ്സുകൊണ്ട് അനുശോചനം അറിയിക്കുന്നു.
അഭിവന്യ പിതാക്കന്മാരെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട കോശിയ പ്രാവശ്യൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, ഞാൻ എവിടെ ആയിരിക്കുമോ അവിടെ എൻ്റെ ശുശ്രൂഷക്കാരനുമായിരിക്കുമെന്ന് കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാനം എല്ലാവർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് ഒരു വൈദികൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ തിരുശരീരങ്ങളെ ആഘോഷിക്കുന്ന വൈദികനാണ്. ബഹുമാനപ്പെട്ട കോശിയച്ഛൻ വൈദിക സെമിനാരി പഠിക്കുന്ന കാലത്ത് അവിടെ അധ്യാപകനായി ഞാനും ഉണ്ടായിരുന്നു. അച്ഛനോട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല വിദ്യാർത്ഥി, അനുസരണവും അച്ചടക്കവുമുള്ള ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട അച്ഛനെ സഹപാഠികൾക്കും അധ്യാപകർക്കുമെല്ലാം വളരെ ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്രകാരം ദൈവം തമ്പുരാൻ വിളിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് പക്ഷപാതം ചെയ്യുന്ന യേശുവിൻ്റെ അടുത്ത് ഉള്ളതായ ആ സ്ഥാനം ഈ പിതാവിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ നമുക്ക് സമാപന ശുശ്രൂഷകൾ നടത്തുകയും ചെയ്യാം. പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി എത്തിയിരിക്കുന്നു. സമാപന ശുശ്രൂഷ ഉടനെ ആരംഭിക്കുകയാണ്. പരിശുദ്ധ ബാബാ തിരുമനസ്സിനെ ഭക്തിപൂർവ്വം സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. യുവനപ്രസ്ഥാനത്തിൻ്റെ പുഷ്പചക്രം ഇപ്പോൾ സമർപ്പിക്കുന്നു. യാക്കോബോപ്പം ഗോത്രേശന്മാർ കീണിടുന്നു. യൗസേപ്പയ്യോ പോയല്ലോ. ശീമോൻ മിസ്രയീം നാട്ടിൽ ബദ്ധൻ ബെന്യാം പോയി. എല്ലാമേറ്റു എന്നിൽ ഭീതി. പ്രവാചകന്മാരിൽ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോർ. നമ്മുടെ മേത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽക്കട്ടിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. അപ്പോൾ യോസേഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസേഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിനെ സുഗന്ധവർഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം ഇടുവാൻ എത്ര ദിവസം വേണ്ടിവരും? മിസ്രൈമ്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസേഫ് ഫറവോന്റെ ഗൃഹക്കാരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നോട് ദയവുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട്, എൻ്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു. ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പീൻ എന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്ക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസേഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോന്റെ ഭൃത്യന്മാരും കോവിലധികാരികളും മിസ്രയീം ദേശത്തിലെ പ്രമാണികളും യോസേഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോഷേൻ ദേശത്ത് വിട്ടേച്ചു പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാനക്കരയുള്ള ഗോരേൻ ആതാദിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. ഇങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചും ദേശനിവാസികളായ കനാന്യർ ഗോഷേൻ ആതാദിലെ വിലാപം കണ്ടിട്ട്
ഇത് മിസ്രൈമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രൈം എന്ന പേരായി. അത് യോർദാന് അക്കരെയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു. അവന്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മർക്കപ്പേലെ എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. യോസേഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. ബാറക്കുമോ സ്ഥാനഭ്രംശത്താൽ സൃഷ്ടികളഖിലം സംഭ്രമപൂർവം മറിയുമ്പോ ആദി തെരുവമ്പിളിയും താരകളും പ്രഭയില്ലാതായി മറയുന്നു. ലോകം സൃഷ്ടാവിൻ വാക്ക അന്ത്യാവസ്ഥയിലെത്തുന്നു. പാടെ കബറുകളിലകി പിളരുന്നു. നിര്യാതന്മാർ ഉയരുന്നു. നേരും നീതിയും ഉൾക്കൊള്ളും. നിയവിധിക്കായി വിധികേഹം പ്രാപിക്കുന്നു. നീതിമാനായ യോബിന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. ആകയാൽ ഞാൻ ഞെക്കിക്കുലയും ഈ അസ്ഥികൂടത്തേക്കാൾ മരണവും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. എന്നെ വിടേണമേ. എൻ്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ. മർത്തിനെ നീ ഗണ്യമാക്കേണ്ടതിനും അവൻ്റെ മേൽ ദൃഷ്ടി വെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രതോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ? നീ എത്രത്തോളം നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റാതിരിക്കും? ഞാൻ ഉമ്മിനീർ ഇറക്കുവോളം എന്നെ വിടാതെയും ഇരിക്കും. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്ക് എന്തു ചെയ്യുന്നു? ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വെച്ചിരിക്കുന്നത് എന്താ? എൻ്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നത് എന്താ? ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും. നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതിരിക്കും. ബാറക്കുമോ. ജീവതനെ മൃതിയാർന്നോരെ ഉദ്ധാനം ചെയ്യിപ്പോനെ ക്ഷണവും സ്തോത്രവും മറ്റോരാ മൃതികതരെ ജീവിപ്പിക്കാൻ അസറിനെ കല്ലറിയുന്നു. ആഹ്വാനം ചെയ്തൊരുനാഥ വിശ്വാസത്തോട് മൃതി പൂണ്ടോ ഉദ്ധാനം നൽകിയിടണമേ. യോനായെപ്പോൾ നെടുവീർപ്പോ അത്യുച്ചത്തിൽ കേഴുന്നേ. തുണയറ്റോനാകരുതേ ഞാൻ എന്നെ കാരകറ്റിടണമേ. കനിവിൻ കാടലാങ്കർത്താവേ കനിവനിൽ തോന്നിയിടണമേ. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോട്, നീ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടി തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്രൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്ത് രക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരടയാളം ആകും. ആകാശിൻ്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞ് പോന്നു. ബാറക്കുമോർ. ധന്യം ചൊൽകട്ടെ ദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച
വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയെ ശാപം പലതരം ഉപദേശങ്ങൾ അഹോബാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോൻ തന്നെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ആഹായ് പാറയ്ക്കുമോ നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും നീക്കുണ്ടായിരിക്കട്ടെ. നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോട് വരുമെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണി എത്രയോ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ആഹായ് പാറയ്ക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. ഹല്ലേലൂയ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന്റെ ജീവനത്യം പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന് വിശുദ്ധ കന്യമറിയാവിൽ നിന്ന് ചരിന്തരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. തക്ക സമയത്ത് തന്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർക്കായി യജമാനനാൽ നിയമിക്കപ്പെട്ട വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാരായിരിക്കും. തന്റെ യജമാൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെ മേലമായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എൻ്റെ യജമാൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തൻ്റെ കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യപത്തന്മാരോടുകൂടി അപേക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാൻ വന്നവനെ പിരിച്ചയക്കുകയും അവൻ്റെ അവകാശം കാപാടികന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. സ്വർഗരാജ്യം ദൂരദേശത്തേക്ക് യാത്ര പോയ ഒരു മനുഷ്യനെ പോലെയാകുന്നു. അവൻ തൻ്റെ സമ്പാദ്യം ദാസന്മാരെ വിളിച്ചേൽപ്പിച്ചു. ഒരുത്തന്നെ 5, ഒരുത്തന്നെ 2, ഒരുത്തന്നെ 1 കക്രോ വീതം അവനവൻ്റെ ശക്തിക്ക് തക്കവണ്ണം കൊടുത്തിട്ട് ഉടൻ യാത്ര പോയി.
5 കക്രോ വാങ്ങിയവൻ പോയി അതുകൊണ്ട് കച്ചവടം ചെയ്തു 5 കൂടി ലാഭമുണ്ടാക്കി. അപ്രകാരം തന്നെ 2 വാങ്ങിയവനും 2 കൂടി ലാഭമുണ്ടാക്കി. 1 വാങ്ങിയവനാകട്ടെ പോയി ഭൂമി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യത്തെ ഒളിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാൻ വന്ന് അവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ 5 കക്രോ വാങ്ങിയവൻ വേറെ 5 കൂടി കൊണ്ടുവന്ന്, എൻ്റെ യജമാനനെ, അങ്ങ് 5 കക്രീനാണല്ലോ എനിക്ക് തന്നത്. ഇത് അവയോട് വേറെ 5 കൂടി ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, അല്പത്തിന് നീ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും. നീ യജമാനൻ്റെ പ്രീതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അനന്തരം 2 കക്രീൻ വാങ്ങിയവനും അടുത്ത് വന്നു. എൻ്റെ യജമാനെ, 2 കക്രീനാണല്ലോ അങ്ങ് എനിക്ക് തന്നത്. ഇതാ അതിനോട് വേറെ 2 കൂടി ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും. നീയും യജമാനൻ്റെ പ്രീതി പ്രാപിക്ക എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം 1 കക്രോ വാങ്ങിയവനും അടുത്ത് എന്ന്, എൻ്റെ യജമാനനെ, അങ്ങ് കഠിനനും വിതയ്ക്കാത്തയിടത്ത് കൊയ്യുന്നവനും വിതറാത്തയിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ട് പോയി ഭൂമിയിൽ അങ്ങയുടെ കക്രോ ഒളിച്ചു വെച്ചു. ഇതാ അങ്ങയുടേതെന്ന് പറഞ്ഞു. യജമാനൻ അവനോട് മറുപടിയായി പ്രകാരം പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തയിടത്ത് കൊയ്യുന്നവനും വിതറാത്തയിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എൻ്റെ ദ്രവ്യം നീ പലിശയ്ക്കിടേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ ഏത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നുവല്ലോ. അവനിൽ നിന്ന് ആ കക്രോ വാങ്ങി 10 കക്രോ ഉള്ളവനെ കൊടുക്കുവിൻ. എന്തെന്നാലുള്ളവനെ കൊടുക്കപ്പെടും, അവന് വർധനമുണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്നാകട്ടെ ഉള്ളതും കൂടി എടുക്കപ്പെടും. മടിയനായ ദാസനെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളവേൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. അഭിയന്നരായ പിതാക്കന്മാരെ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട കോശിയച്ഛൻ്റെ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, ദീർഘമായ ഒരു പ്രസംഗം ചെയ്യുവാൻ ഞാനിവിടെ സമയം ഉപയോഗിക്കുന്നില്ല. എന്നിരുന്നാൽ പോലെയും പ്രിയപ്പെട്ട കോശി എബ്രഹാം അച്ഛൻ്റെ വേർപാട് നമ്മെ ഏവരെയും വളരെ ദുഃഖിപ്പിക്കുകയാണ്. മരണം വരുന്ന സമയത്ത് മറ്റുള്ളവർ ദുഃഖിക്കേണ്ടതില്ല എന്ന് നാം വായിക്കുകയും നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്രതീക്ഷിതമായൊരു സന്ദർഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരാണെങ്കിലും അവർ വേർപെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ദുഃഖം അത് പലപ്പോഴും വാക്കുകൾക്ക് അപ്പുറമാണ്. പ്രിയപ്പെട്ട കോശിയച്ഛൻ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളിലെ ഒരു അകാലത്തിൽ തന്നെ, കാലം തികയുന്നതിന് മുമ്പ് തന്നെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർത്തു എന്നുള്ളത് നമുക്ക് അല്പം നൊമ്പരമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ വേർപാടിനെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗവുമില്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുഞ്ഞുങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ വളരെയേറെ നൊമ്പരപ്പെടുന്നു. തീർച്ചയായും ഇക്കാര്യത്തിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖം പങ്കുവെക്കുകയും ദൈവസന്നിധിയിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ ഒരവസ്ഥാവിശേഷം ഉണ്ടാകുകയും ചെയ്യാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടിയത്. ഒരു പൗരോഹിത്യസ്ഥാനി ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വീകരണം എന്ന് പറയുന്നത് ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസ എന്നുള്ള വിളിയാണ്. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടെ പൂർത്തീകരിക്കുമ്പോൾ ആ വ്യക്തിയെ കർത്താവായ യേശുമിശിഹാ സംബോധന ചെയ്യുന്നത് ഉത്തമനും വിശ്വസ്തനുമായ ദാസ. അതൊരു പദവിയാണ്, അതൊരു പുരസ്കാരമാണ്. അത് തീർച്ചയായും ഈ വൈദിക ശ്രേഷ്ഠനെ ലഭിക്കാതിരിക്കുകയില്ല. ഈ ഭദ്രാസനത്തിൽ അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ടവനും അതുപോലെ തന്നെ താൻ ചെയ്ത സേവന തലങ്ങളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുരോഹിത സ്ഥാനിയാണ്. അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ
ഉന്നതമായ സ്ഥാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കരണീയമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേർപാട് മൂലം വേദനിച്ചും വിഷമിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി, മക്കൾ, അങ്ങനെയുള്ളവരെ നാം കൂടുതൽ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൽ നിന്നുള്ള ശരണവും കൃപയും മാത്രമാണ് അവരുടെ ഏക ആശ്വാസം. പക്ഷേ ദൈവം അവരെ കരുതിക്കൊള്ളും. അവരുടെ ദുഃഖത്തിൽ നാം ഓരോരുത്തരും പങ്കുചേരുക. ഞാൻ ദീർഘമായി തന്നെ ഒന്നും പറയുന്നില്ല. വന്യനായ കോശി എബ്രഹാം അച്ഛനെ എല്ലാവിധമായ ദൈവികമായ കൃപകളും കർത്താവിന് രണ്ടാമത്തെ വരവ് വരെ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ആയിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മലങ്കര സഭയുടെയും എൻ്റെയും എല്ലാവിധമായ ആദരവും പ്രത്യേകിച്ച് അനുശോചനവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും യോഗ്യമാകുന്നതുകൊണ്ട് ദൈവത്തിന് പ്രതികരമാശത്തിൽ കുറിയാലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെ മേലധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഇടയനും ആത്മാക്കളുടെയും സർവജനങ്ങളുടെയും ദൈവമായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാവുന്ന എന്നിൽ വിശ്വസിക്കുന്ന അവന് നിത്യജീവനുണ്ട്. ആ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുളിച്ചെയ്തവനായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്നവന്റെ മരണഗതി കാലിൽ തുടങ്ങി തന്നെ വലയെത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സെന്താമത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാരകാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ ആകൽക്കർസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവെ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരൻ്റെ ആത്മാവിനെ അവിടുന്ന് രക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ പുരോഹിതന്മാരെ ദൈവിക പദവികളാൽ ബഹുമാനിച്ച് അവരുടെ സേവനത്തിൻ്റെ അന്ത്യത്തിൽ അവരെ കടത്തിക്കൊണ്ടുപോയവനായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ഈ പുരോഹിതൻ്റെ ആത്മാവിന് പാപമോചനം നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ പ്രധാന പുരോഹിതനായ മോശെ തൻ്റെ പരിശുദ്ധ മാലാഖമാരുടെ കൈകളാൽ സംസ്കരിച്ചവനായ ദൈവം തമ്പുരാനെ, വിശുദ്ധ തിരുസഭയിൽ പരിശുദ്ധമായ നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിച്ച ഈ ഞങ്ങളുടെ സഹോദര പുരോഹിതൻ്റെ യാത്രയ്ക്ക് സമാധാന മാലാഖമാരെ കരുണയോടെ അയച്ചു കൊടുക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ പരിശുദ്ധ പുരോഹിതന്മാരുടെ ആത്മാക്കളെ അന്നകരമായ സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോയ കാരുണ്യവാനായ കർത്താവേ, വെടിപ്പോട് നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിച്ച ഈ പുരോഹിതന്റെ ആത്മാവിനെ കടിഞ്ഞൂൽ പുത്രന്മാരുടെ സഭയിൽ നിന്റെ വത്സന്മാരുടെ സ്ഥലങ്ങളിൽ വസിപ്പിച്ചു കൊള്ളണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെയും നിന്റെ പരിശുദ്ധ പിതാവിനെയും അവിടുത്തെ പരിശുദ്ധായും സ്തുതിക്കുകയും ചെയ്തക്കോണം സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. വാത്സല്യമുള്ളവരെ, വിശുദ്ധ മധുബായോടും ദേവാലയത്തോടും വിശ്വാസ സമൂഹത്തോടും സമസ്തരോടും യാത്ര യോജിക്കുന്ന സമയമാണ്. അച്ഛൻ്റെ ഭൗതിക ശരീരം പരിശുദ്ധ മധുബായിലേക്ക് പ്രവേശിപ്പിക്കുന്നു. സംഘാധിപതി ശാന്ത്യാ പോകൂ, നിന്നെ ചേർക്കട്ടെ ജീവിത സംഘേ നാദേ
നാഥനെ മോദാൽ ഉദ്ധാനത്തിൽ നീയതിരേൽപ്പാൻ ചെല്ലും സ്തോത്രം പാടും. വിമലാചാര്യ ശാന്ത്യാ പോകൂ സ്തോത്രം പാടിടാൻ നാഥൻ കൈക്കൊണ്ടോനേ. നീ ശുശ്രൂഷി ചോരാദൈവം സ്വർഗീയാനന്ദം നൽകട്ടെ നീ പേർക്കായി. പുശുഭാശിലോമോ മദ്ബഖോ കാദേശോ. പരിശുദ്ധ മദ്ബഹായേ സമാധാനത്തോടെ വാസിക്കുക. ദൈവത്തിൻ്റെ മഹാപുരോഹിതം സമാധാനത്തോടെ പോവുക. പുശുഭാശിലോമോ ഈതദ് ബോശാംശേ. ഞാൻ ശുശ്രൂഷ നടത്തിയ ദേവാലയമേ സമാധാനത്തോടെ വാസിക്കുക. ദേവാലയത്തിന്റെ അലങ്കാരമായുള്ളൂ സമാധാനത്തോടെ പോവുക. പുശുഭാശിലോമോ വശൈനോ നമലകൂബേ. പരിശുദ്ധ ദേവാലയമേ സമാധാനത്തോടെ വസിക്കുക. നിന്നിൽ സമാധാനം വാഴട്ടെ. ഉദാശാനുഷ്ഠാനകനായ പുരോഹിത സമാധാനത്തോടെ പോകാം. പുശുഭാശിലോമോ ഹൃസായോ കാദേശേ. പരിശുദ്ധ പ്രധാനാചാര്യന്മാരെ സമാധാനത്തോടെ വാസിക്കുക. പരിശുദ്ധ പുരോഹിത സമാധാനത്തോടെ പോവുക. പുശുഭാശിലോമോ റീശായ് ഏദോസോ. ദേവാലയങ്ങളുടെ മേലധികാരികളെ സമാധാനത്തോടെ വാസിപ്പീൻ. ഉത്തമനായ ഭരണകർത്താവേ സമാധാനത്തോടെ പോവുക. പുശുഭാശിലോമോ റീശായ് ദയറോസോ. ദയറാകളുടെ
ഞങ്ങളുടെ തലവന്മാരെ സമാധാനത്തോടെ വാസിക്കുക. സത്യത്തെ ഉദ്ഘോഷിക്കുന്നവനെ സമാധാനത്തോടെ പോകാം. പോശുഭാശിലോമോ കാശേഷസഹായോ നിർമ്മല കശീശന്മാരെ സമാധാനത്തോടെ വാസിക്കുക. വത്സല സഹോദര സമാധാനത്തോടെ പോവുക. പോശുഭാശിലോമോ മശംശോ നെതുകായോ നിർമ്മല സിംഹാസന്മാരെ സമാധാനത്തോടെ വാസിക്കുക. ഞങ്ങളുടെ സംഘനേതാവേ സമാധാനത്തോടെ പോവുക. പോശുഭാശിലോമോ കുൽക്കോൻ ക്ലീറേക്കോ സകല വൈദികരുമേ സമാധാനത്തോടെ വാസിക്കുക. പോശുഭാശിലോമോ ക്രീസോ ഓമോറേ ഗ്രാമവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വാസിക്കുക. പറുദീസായുടെ അവകാശിയായ പുരോഹിത സമാധാനത്തോടെ പോവുക. പോശുഭാശിലോമോ ആബോ കേവാകേ പിതാക്കന്മാരെ സഹോദരങ്ങളെ സമാധാനത്തോടെ വാസിക്കുക. സത്യോപദേഷ്ടാവേ സമാധാനത്തോടെ പോവുക. ഹോനോ ശിലോമോ മേക്കൽ വല ഓല സമാധാനാശംസ എന്നേക്കുമായിട്ടാകുന്നു. സന്തോഷമാണ് അവരിൽ ഞങ്ങൾ അങ്ങേ കാണുവാൻ ഇടയാകട്ടെ. വാത്സല്യമുള്ളവരെ,
ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അന്ത്യചുംബനം കൊടുക്കുന്നു. അതിനുശേഷം ശോശപ്പ കൊണ്ട് മുഖം മൂടുന്നതും തൈലം ഒഴിക്കുന്നതുമായിരിക്കും. ഏറ്റവും അടുത്ത കൊച്ചമ്മ, മക്കൾ, സഹോദരങ്ങൾ മാത്രം മുന്നോട്ട് വരാവൂ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. സ്വരമാം വീടേ എന്തിനോ ഈപ്പിച്ചെന്നെ പാപക്കടലേ നീ എന്തിനാഴത്തിൽ താഴ്ത്തി ജീവിതമേ ക്ലേശിപ്പിച്ചൻ നിന്നെന്നെ പോകുന്നേ നാഥൻ നോക്കിപ്പാകും സ്ഥാനത്തിൽ തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃകത പ്രകാരവും ഈ ദാസനെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവെ, തിരുസനിൽ നിന്ന് സ്വർഗീയമായ സേനകൾ സഹായം അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലമുഖാന്തരം ആയാൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയത്തിൽ നിന്നും ഇവൻ വഴി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കണമേ. ഇവൻ സകല സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവിൻ പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഹോശോ വൗക്കുല സുബാൻ ലവൽമീൻ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ നിത്യജീവനായി തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെന്നല്ലിച്ചതുനായ കർത്താവേ, ഇതാ നിന്റെ തിരുവിഷ്ടം ഈ നിന്റെ ദാസനിൽ നിറവേറിയിരിക്കുന്നു. പുനരുത്ഥാനത്തിൽ പുതുതാക്കിയിടണമേ ആത്മശരീരങ്ങൾ നിന്നുടെ രാജ്യത്തിൽ സന്തത സന്തോഷം സംപ്രാപിടമതിവീരൻ തന്നധികാരം ചെയ്യും വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും ചിതറിയൊരല്ലകിലും നേടും തേജസ്സതാ നാശം കൂടാതെ വിരേൽക്കും സ്തുത്യൻ മർദ്ദമറിയാന്ത സോദരനാകും ലോപോ സാക്ഷിഞ്ഞെന്നാലും ജീവൻ കൽപ്പിച്ചോ നീ ചെന്നപ്പോൾ യായിരോ സുഖജീവിച്ചാൽ മൃതരന്ത്യത്തിൽ ജീവിക്കും നിന്ന പാനത്താൽ സങ്കേതേ മൺമേനാദാമ്പോടായി നിയമം തള്ളിയ മൺമേനെ ഖേദിക്കേണ്ട നീ മൃതിയും ജീവനുമേകിടും. നമുക്ക് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഊർജ്ജലേമേ, എൻ്റെ കാലുകൾ നിന്റെ വാതിലുകൾ നിൽക്കുകയാകുന്നു. സോദരനെ ചെറുകുനാഥിൽ അത്യുന്നതനാം മണവാള ദൈവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. യെരൂശലേം കോട്ടയാ ചുറ്റപ്പെട്ട ഒരു പട്ടണം പോലെ പണിയപ്പെട്ടിരിക്കുന്നു. അതിമോഹനമാ മണവറ നിൻപേർക്കായി സജ്ജമതാക്കി സ്നേഹിതനാം മശിഹാ ദൈവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. കർത്താവിൻ്റെ ഗോത്രങ്ങളായ തലമുറകൾ കർത്താവിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായി
ഇസ്രായേലിന് സാക്ഷിയായി അങ്ങോട്ട് കയറി ചെല്ലുന്നു. എന്നോടുകൂടെ സ്തുതിഗീതം പാടാൻ നോക്കി പാർക്കും നീരേദൂതന്മാർ മണവാളാസുതിയും നേവം ചൊല്ലി സ്തുതി പാടും ഞങ്ങൾ. എന്നാൽ അവിടെ ന്യായവിധിക്കായി സിംഹാസനങ്ങൾ ദാവീദ് ഗ്രഹത്തിലെ സിംഹാസനം തന്നെ ഇട്ടിരിക്കുന്നു. മണവാളാസുതിയും നേവം ചൊല്ലി സ്തുതി പാടും ഞങ്ങൾ. യെരൂശലേമിന്റെ കുശലം ചോദിപ്പീൻ, നിന്റെ സ്നേഹിതർ സന്തുഷ്ടരാകും. ചിരകാംക്ഷിതവാസോടത്തോടെത്തിച്ചേർന്നു നീ സൈന്യത്തിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങൾ സമൃദ്ധിയും ഉണ്ടാകും. ശുശ്രൂഷിച്ച പുരോഹിതന് പ്രതിഫലമേകണമേ. എന്റെ സഹോദരന്മാരെയും സ്നേഹിതരെയും പ്രതി നിന്നോട് ഞാൻ സമാധാനം സംസാരിക്കും. ുമ്പോൾ കാണണമെങ്കിൽ പുതുജീവനിൽ നിന്നെ മണവാളാസ്തുതിയും ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. ദൈവമായ കർത്താവിന്റെ ഭവന നിമിത്തം ഞാൻ നിന്റെ നന്മകൾ അന്വേഷിക്കും. മണവാളാസ്തുതിയും ചൊല്ലി സ്തുതി ആത്മാവേ കർത്താവിനെ പുകഴ്ത്തുക. ഞാൻ വന്നിച്ചിടട്ടെ. മണവാളാസ്തുതിയും ചൊല്ലി സ്തുതിപാടും ഞങ്ങൾ. നിന്റെ സകല നീതിയും അവൻ നിന്നോട് ക്ഷമിക്കും. ശുശ്രൂഷയ്ക്കും ശബ്ദത്തിൽ നീ സംപ്രീതിപ്പെടണേ. മണവാളാസ്തുതിയും ചൊല്ലി സ്തുതിപാടും ഞങ്ങൾ. നീ കണ്ടെന്നെ ഞാനില്ലായികയും കൃപ തോന്നണമേ ഞാനുള്ളപ്പോ. ഇല്ലായ്മയിലുണ്ടാക്കിയൊരെന്നെ പാപക്ഷമയാ നിന്റേതാക്കൂ. മർത്യതയാർന്ന ജഗദീവീര നിൻ കൃപ കാൺമാകുകദീപ്തി. സർവദിശ നിൻ വിധി നാളിൽ ഞാൻ ലജ്ജിപ്പാടയാകല്ലേ. നാഥാ നീയാം ഗോവണി വഴിയായി ഞാൻ അണയണമേ പിതൃസന്നിധിയിൽ. മരണത്തിനു മുമ്പനുദാത്തോർ കയ്യോ കഷ്ടം. പ്രഭയുടെ രാജാവ് എഴുന്നള്ളുന്നു, വലഭാഗക്കാരെതിരേൽക്കുന്നു. കടമൊഴിവാക്കി പാപം പോക്കി നിന്റെ വലത്തായി നിർത്തണമെന്നെ. സ്വയമുടലാർന്നോരാമുത്തമനെ നിന്നീതിയെ ഞാൻ ലജ്ജിക്കല്ലേ. കരുണക്കടലേ കോരിയെടുക്കൂ. രക്ഷകമാരാകുന്ന പോലെ ബലഹീനരും ഭാവികളുമായി ഞങ്ങൾ നിന്നെ സൂചിച്ചു പറയുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കാലമാക്കിയ നേരമൊക്കെ ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമായ പരിശുദ്ധനാമത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യും. മാന്ത്രികയാർച്ചയാകുന്നു തലത്തിന്റെ ദൈവം സത്യന്റെ നാമവായനെ ഇപ്പോഴെല്ലാ സമയത്തും നേക്കും തന്നെ അമ്മീൻ. മോറാനിന്റെ കാര്യം വാങ്ങേരെ ചെയ്യരുതേ. നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു
പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ വേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായങ്ങളുടെ പിതാവേ രാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നിനക്ക് സമാധാനം. വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും തിരിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തോടും സർവ്വതാൻ മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി തിരുവനന്തപുരമായ ദൈവമാതാവിന്റെ പറയാ ശരീരയായി തീർന്ന മനുഷ്യനായി പുതിയസ് പിലാത്തോസ് ദിവസങ്ങൾക്ക് വേണ്ടി വിസ്തരിക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസത്തിലേക്ക് തന്റെ വിധാനത്തിനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാതവരെയും മുഖത്തുടെയും വരുവാനിന്റെ അവസരമില്ലാത്തതുമായ യേശുമിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് നീക്കപ്പെട്ട് സ്ഥിതിക്കപ്പെടുന്ന ദിവ്യന്മാർ സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചനുമായ ജീവന വിശുദ്ധിയുള്ള ഇവരുമായാലും കാതോലിക ലൈംഗികമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കലും മാത്രം നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചോളിയർമിന് ഒരാൾക്ക് ലോകത്തിലെ പുതിയവനുമായി നോക്കി പാർക്കുന്നു. അമിൻ പാർഗോസ്പ്രിയലായിസോ മഹിമയ നിന്നയവാന്മാരും ഹാലേലൂയ ലുയ്യ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ. സാക്ഷിയും പാർക്കുമോ സ്പർശിച്ചുള്ള പാദങ്ങൾ ബുക്കുധ്യാന ദ്വാരങ്ങൾ വാനവരത്തു വസിക്കണം. നിർമ്മലമദ്ബഹായിൽ നേഹാൾ ശുശ്രൂഷിച്ചോരാം വൈദികരെ പിഞ്ചെല്ലും ഇറന്മാർ ദേവാകാരി പാർക്കുമോ ദൈവസുതാനിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ ഇന്നാഗമനമാതാളിൽ ഒതുമുഖപ്രഭയേകനമേ ആശ്വാസം നൽകണം സിദ്ധന്മാരോടൊപ്പം നിത്യാവാസം തന്നെ ഇവരോടൊപ്പം സാനന്ദം സംശുദ്ധ സമേതം സ്തുതിഘോഷിക്കാം. ജീവൻ മാരണം നവ്യതയോ നൽകും ബലവാനെ സ്വീകൃതനാകും നോഹയോടൊപ്പം സ്തോത്രം ചെയ്യുക. മർത്യന്മാർദ്ദൻ പാപം പോക്കാൻ ആചാര്യർക്കാൻ താക്കോലേൽപ്പിച്ചോൻ വിമലൻ റൂഹാസ്തോത്രാർഹൻ ആചാര്യൻ നീകുക പുണ്യം നാഥാസ്തോത്രം. ഞങ്ങളുടെ കർത്താവ് എന്നേക്കുന്ന ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. കർത്താവേ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകൾ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ സഹായത്തിന് വരണമേ. ബലഹീനരായ ഞങ്ങൾക്ക് ഉത്തരം വരണമേ. ഞങ്ങളുടെ പരേതർക്ക് പാപരിഹാരം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ സത്യവിശ്വാസത്തോടുകൂടി നിന്നിലുള്ള പ്രത്യാശി നിര്യാതനായിരിക്കുന്ന ഈ ആചാര്യനെ പാപമോചനം നൽകണമേ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വാങ്ങിപ്പോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ വാത്സല്യമുള്ളവരെ, ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കുന്നു. എല്ലാവരോടും സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർപ്പിക്കുന്നത്, നമുക്കെല്ലാവർക്കും
കല്ലറയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനും നിൽക്കുവാനുമുള്ള സ്ഥലപരിമിതികളുണ്ട്. അതുകൊണ്ട് മൃതശരീരം വഹിച്ചുകൊണ്ട് പോകുന്ന വൈദികരും ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളും മാത്രമേ അവിടേക്ക് കടന്നു വരാവൂ എന്ന് സ്നേഹപൂർവ്വം നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. വളരെയേറെ തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഇവിടെ എഴുന്നള്ളി ഈ ശുശ്രൂഷ അനുഗ്രഹിച്ച് പൂർത്തിയാക്കിയ പരിശുദ്ധ ബാവാതിരുമേൻ്റെ തൃപാദത്തിൽ ഞങ്ങളുടെ എവരുടെയും നന്ദിയും കടപ്പാടും ഭക്തിയാദരവും അറിയിക്കുന്നു. അഭിവന്ദ്യനായ സേവറിയോസ് തിരുമേനി ഉൾപ്പെടെ എല്ലാ പിതാക്കന്മാരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ബാക്കി ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ ഇപ്പോൾ നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായിട്ട് നടത്തുവാൻ തക്കവണ്ണം എല്ലാ ദൈവികമായ കൃപകളും ചൊരിഞ്ഞെന്ന ദൈവം തമ്പുരാനെ ആദ്യമായിട്ട് മഹത്വപ്പെടുത്തുന്നു. അച്ഛനെ പൗരോഹിത്യം നൽകപ്പെട്ടത് ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ഉസ്താദിയോസ് തിരുമനസിൻ്റെ കൈകളാലാണ്. ആ തിരുമനസിൻ്റെ പാവനസ്മരണയെ ഓർക്കുന്നു. തിരുമനസിൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികളെ അർപ്പിച്ചുകൊള്ളുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് കുന്നംകുളത്ത് നിന്ന് കുർബാന അർപ്പിച്ചതിന് ശേഷം ദീർഘദൂരം യാത്ര ചെയ്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ വന്നെത്തുകയും ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായിട്ട് പൂർത്തിയാക്കുകയും ചെയ്തു. തിരുമനസ്സിനോടുള്ള നന്ദി ഭക്തിയാദരവുകളെ തിരുമനസ്സിൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ യുഹാനോർ ക്രിസോസ്മോസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് എല്ലാ ഉപദേശങ്ങളും ആലോചനകളും പകർന്നു തന്നു. ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി നടത്തുവാൻ തക്കവണ്ണമുള്ള എല്ലാ ഉപദേശങ്ങളും തന്നു. തിരുമനസ്സിനോടുള്ള നന്ദിയും സ്നേഹവും ഭക്തിയാദരവുകളും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊള്ളുന്നു. കണ്ടനാട് ഭദ്രാസന അധിപൻ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമനസ്സുകൊണ്ട് മലബാർ ഭദ്രാസന അധിപൻ സക്കറിയാസ് മാർ തേഫിലോസ് തിരുമേനി, അങ്കമാലി ഭദ്രാസനാധിപൻ യുഹാനൻ മാർ പോളിക്കാർപ്പസ് തിരുമേനി, ഇടുക്കി ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ തേവദോസസ് തിരുമേനി, ഈടവകയുടെ അഭിമാനഭാജനമായ കൽക്കട്ട ഭദ്രാസന അധിപൻ ജോസഫ് മാർ ദിവന്യാസൂസ് തിരുമേനി, മദ്രാസ് ഭദ്രാസനത്തിൻ്റെ അധിപനായ യുഹാൻ മോർ ദിയസ്കോറോസ് തിരുമേനി, കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനാധിപൻ യുഹാൻ മോർ തേവദോറോസ് തിരുമേനി, ബ്രഹ്മമാർ ഭദ്രാസനത്തിൻ്റെ അധിപനായ യാക്കോബ് ഏലിയാസ് തിരുമേനി, നിലയ്ക്കൽ ഭദ്രാസനാധിപനായ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി, ഡൽഹി ഭദ്രാസനാധിപനായ യുഹാൻ മാർ ഡെമത്രോസ് തിരുമേനി, മലങ്കര കത്തോലിക്ക തിരുവല്ല രൂപത ആർച്ച് ബിഷപ്പ് അഭിനന്ദ തോമസ് മാർ കുറുലോസ് തിരുമേനി, ഈ ഇടവകയുടെ സന്തോഷമായ ഈ തിരുമേനിമാരോടുള്ള ഭക്തി ആദരവുകളെ പ്രത്യേകമായിട്ട് തിരുമേനിമാരുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഈ ഇടവകയുടെ സന്തോഷമായ ഇസ്രായേൽ റംബാച്ചിന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട അലസാണ്ഡർ എബ്രഹാം അച്ഛൻ വേണ്ട എല്ലാ ഉപദേശങ്ങളും ആലോചനകളും മാർഗനിർദ്ദേശവും നൽകി. അച്ഛൻ വന്ന് സംബന്ധിച്ചു, വേണ്ട നേതൃത്വം നൽകി. അച്ഛനോടുള്ള സന്തോഷവും ഭക്തി ആദരവുകളും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. നൂറുകണക്കിന് വൈദികർ, റംബാശന്മാർ, കോർപ്പിസ്കോപ്പമാർ, ഷമാശന്മാർ, സിസ്റ്റേഴ്സ് എന്നിവരെല്ലാവരും വന്ന് സംബന്ധിച്ചു. അവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. അച്ഛൻ വികാരിയായിരുന്ന ഇടവകയുടെ പുഷ്പചക്രം ആ ഇടവകകളിൽ നിന്ന് അർപ്പിച്ചു. ആ ഇടവകയിലെ എല്ലാ ജനങ്ങളോടും ആത്മീയ സംഘടനാ പ്രവർത്തകരോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അച്ഛൻ ഏറ്റവും ഒടുവിൽ വികാരിയായി ഇരുന്ന അനപ്രമ്പാൽ സെൻറ്റ് ജോർജ് ഇടവക, തലവടി സെൻറ് തോമസ് ഇടവക ഭൗതിക ശരീരം ഏറ്റുവാങ്ങി അന്ത്യ ഉപചാരം അർപ്പിച്ചു. അതിന് നേതൃത്വം നൽകിയ മധ്യസ്വണച്ചനോടും ജേക്കബ് എബ്രഹാം അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. അച്ഛൻ അവസാനമായി സേവനമനുഷ്ഠിച്ച MGM സ്കൂൾ അധ്യാപകരോടും സ്റ്റാഫിനോടും വിദ്യാർത്ഥികളോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. കൊച്ചമ്മ ജോലി ചെയ്ത പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിൽപ്പെട്ട എല്ലാ സ്റ്റാഫിനോടുള്ള നന്ദിയും പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. അച്ഛനെ ചികിത്സിച്ച പരുമല ആശുപത്രി ആശുപത്രിയുടെ CEO ആയ പൗലോസ് അച്ഛൻ, KJ വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, സ്റ്റാഫ് എല്ലാവരുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും മറ്റ് സഹോദരി സഭയിലെ അംഗങ്ങളോടും നാട്ടുകാരോടും ബന്ധുക്കളോടും എല്ലാവരും നന്ദി അറിയിച്ചുകൊള്ളുന്നു. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക നേതാക്കൾ നന്ദി പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റികൾ, ഇടവചനങ്ങൾ എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. യുവന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളാണ് ഇതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത്. വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട ഐസക് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ അത് ചെയ്തു, എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. അവരുടെ ഭക്തി ആദരകൾ അച്ഛനോട് പ്രദർശിപ്പിക്കുന്നതായിട്ട് ഓരോ പുഷ്പം യുവന പ്രസ്ഥാനങ്ങൾ അച്ഛൻ്റെ മൃതശരീരത്തിൽ വയ്ക്കുന്നതാണ്. അതിനെല്ലാവരും കവറിങ്ങിലേക്ക് പോകണമെന്ന് സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു.
മാർത്താമറിയാം തൻ സോദരനാകും ലോബോ സാചർന്നെന്നാലും ജീവൻ കൽപ്പിച്ചോൻ നീ ചെന്നപ്പോൾ യായിറോ സുത ജീവിച്ചാൽ മൃതരൻ ദേഹത്തിൽ ജീവിക്കും നിന്ന ഹ്വാനത്താൽ മൃതസങ്കേതേ മൺമയന ആദാമോടായി നിയമം തള്ളിയ മൺമയനെ ഖേദിക്കേണ്ട നീ മൃതിയും ജീവനുമേകീടും ദൈവസുതൻ ഞാനെന്നോ ദിയ ബഹുബലവാനാം സ്വർഗീയൻ സുത്യൻ ചാതുര്യത്തോട് ഭുവനത്തെ മരണമുഖത്തിൽ ബന്ധി ചൊരു വിജ്ഞൻ സൃഷ്ടാവുന്നതരായി മേവും നൃപരെ പദവികളിൽ നിന്നും ഭീകരരാകും വിധിക താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പാവനു തനുപോടുയിരിൻ രുതിരവുമേറ്റൊരു വിശ്വാസികൾ മശിഹാനിൻ വലഭാഗ അടിയിടട്ടെ കബറിൽ പൂകിടും അതിവീരൻ തന്നധികാരം ചെയ്യും വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും ചിതറിയൊരല്ലഖിലം നേടും തേജസ്സാത്മാ കൊടുതനുവും നാശം കൂടാതെ ഉയരേൽക്കും സ്തുത്യൻ മാർത്താമറിയാം തൻ സോദരനാകും ലോവോ സാർജിഞ്ഞെന്നാലും ജീവൻ കൽപ്പിച്ച നീചൻ നപ്പോൾ യായിറോ സുത ജീവിച്ചാൽ മൃതരൻ ദേഹത്തിൽ ജീവിക്കും നിന്നാഹ്വാനത്താൽ മൃതസംഗീതേ മൺമയനാം ആദാമോടായി നിയമം തള്ളിയ മൺമയനെ ഖേദിക്കേണ്ട നീ മൃതിയും ജീവനുമേകീടും ദൈവസുതൻ ഞാനെന്നോ ദിയ ബഹുബലവാനാം സ്വർഗീയൻ സ്തുത്യ ശാർദ്ധം നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ആലേ ലോയ്യൗഹാലേ ലോയ നിന്നഭിഷിക്ത മുഖം ധരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേലൂയ ലൂയ നിയമത്തെയും ഉപദേശിച്ചിടുമീ സാക്ഷിയെയും ശ്രുതിയോട് ശുദ്ധ്യാസ്പർശിച്ചുള്ള പാദങ്ങൾ മുക്കുധ്യാനദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണ സൗമൻ കാലസ്കുറിയേലായി ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടിയായി മാധ്യാനത്തിൽ കരുനിരയിൽ പോയി വാനീടും കൺമാനുള്ള ആനന്ദ സൂക്ഷിച്ചും കൊണ്ട് മേവി ഗോറോ നീറന്മാർ മണ്ണിനുയർച്ചയിലാശ്ചര്യം ആദ്യാചാര്യത്വം കൈകൊണ്ടകരോന്മുയായി കരു നൽകി യോഹന്നാൻ കർത്താവേനോ കർത്താതൻ ശ്ലീഹന്മാർക്കു നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്ക് ശ്ലീഹന്മാർ മുറിയോറാകെ മേലെ ഈ ആചാര്യൻ ആശ്വാസം നൽകണനാദാസിദ്ധന്മാരോ ഒപ്പം നിത്യാവാസം പ്രാതാവേ പോയി ചേതനുഷ നിവരോടൊപ്പോ സാനന്ദം സംശുദ്ധി സമേതം സ്തുതിഘോഷിക്കാം. ജീവൻ മരണം നവ്യതയിൽ നൽകും ബലവാനെ സ്വീകൃതനാകും നോഹയോടൊപ്പം സ്തോത്രം ആചാര്യശാമശികൂദർപ്പിച്ചോരാര്യന്മാർക്കു പുണ്യം
സ്തോത്രം. സത്യവിശ്വാസപൂർവ്വം മശിഹായിലുള്ള പ്രത്യാശയിൽ ദൈവോചിതമായും ക്രിസ്തീയമായും ഇന്നേ ദിവസം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനു വേണ്ടി ഇവനെ നിർമ്മലമായ തൻ്റെ കൈകളിൽ മഹാകരുണയോടെ സ്വീകരിപ്പാൻ നമുക്കെല്ലാവർക്കും അപേക്ഷിക്കാം. വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ വിശുദ്ധ സഭയുടെ പ്രജകളും പരസ്പരം സഹതപിക്കുന്ന അവയവങ്ങളും എന്ന നിലയിൽ നിങ്ങളുടെ സഹോദരങ്ങളെ സമാശ്വാസത്തിനായി വന്ന് പരസ്പരം സമാശ്വസിപ്പിക്കുവേൻ, പരസ്പരം ധൈര്യപ്പെടുത്തുവേൻ. ഒരു മൃതനെ കവറടക്കുന്നത് മൂലം നീതീകരണം പ്രാപിപ്പേൻ. മൃതനിൽ നിന്ന് നിങ്ങളുടെ കരുണ നിരോധിക്കരുത്. വിരുന്ന് ഭവനത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് വിലാപ ഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള വേദമൊഴിയതാ യോഗ്യം നിറവേറിയിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തൻ്റെ മഹാകാരുണ്യത്താൽ നിങ്ങളെയും വിശ്വാസികളായ എല്ലാ പരേതരുടെയും പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ശവസംസ്കാരം നടത്തിയിരിക്കുന്ന ഈ പുരോഹിതൻ്റെയും കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ക്ഷമിക്കട്ടെ. കർത്താവ് ഇവനെ തൻ്റെ വലതു ഭാഗത്ത് വിളിച്ചു നിർത്തുവാൻ ഇടയാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് അവന് നൽകിയ വാസസ്ഥലത്ത് ഇവനെ വസിച്ച് ആനന്ദിക്കുവാൻ ഇടയാകട്ടെ. ദുഷ്ടന്മാരായ അന്ധകാര സേനകൾക്ക് അതീതരായ സമാധാനമാലാകമാർക്ക് ദൈവം എല്ലാവരെയും യോഗ്യരാക്കി തീർക്കട്ടെ. കർത്താവ് തൻ്റെ സഭയിലും ജനത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും തൻ്റെ നിരപ്പും സമാധാനവും വസിപ്പിക്കട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഗുരുക്കന്മാരുമേ, നിങ്ങളുടെയും പ്രാർത്ഥനകളാൽ ഇവയെല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ള പ്രത്യാശയോടുകൂടി നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ തൻ്റെ ദാസനും ആരാധകനുമായ ഇവനെ താൻ കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം രണ്ട് ലോകങ്ങളിലും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും വാഴ്വേൽക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ബലഹീനരാകുന്ന ഞങ്ങളോടുകൂടെ ചേർന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങൾക്കും വിശ്വാസികളായി നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പ്രത്യേകിച്ച് കടന്നുപോയ ഈ പുരോഹിതൻ്റെ ആത്മാവിനും പുണ്യം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനങ്ങളും കുറവുള്ളതുമായ അടിയങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഉന്നതമായ ദൈവീയ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുമാറാകണമേ. ആബോ വബ്രോ റൂഹോ കാദീശോ ഹോശോ വവകുൽ സുബാൻ ലവൽമീ വാത്സല്യമുള്ളവരെ, അച്ഛനെയും തുടർന്നുള്ള പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് 40 ദിവസം നോമ്പും ഉപവാസവും പുണ്യപ്രവൃത്തികളും പ്രാർത്ഥനകളും അനുഷ്ഠിക്കണമെന്നുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവരും കഴിയുന്ന എല്ലാവരും 40 ദിവസം നോമ്പ് ഉപവാസവും അർപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വൈദികർക്ക് പ്രത്യേകമായി ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികരെ ഹോളിലേക്ക് പോകണമെന്ന് സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. ജനങ്ങൾക്ക് പള്ളി കോമ്പൗണ്ടിൽ തന്നെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടി എല്ലാവരും സംബന്ധിക്കണമെന്ന് അറിയിക്കുന്നു. മാർത്തോമാ സഭയിലെ ബഹുമാനപ്പെട്ട ബിനു വർഗീസ് അച്ഛൻ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ബന്ധുവാണ്. അച്ഛനോടുള്ള സ്നേഹവും ഭക്തി ആദരവുകളും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊള്ളുന്നു.